പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവത്തിൽ പിടിയിലായ 13 പ്രതികളിൽ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാറിലുണ്ടായിരുന്ന ഡ്രൈവറും തൃശൂർ പാട്ടുപുറയ്ക്കൽ സ്വദേശി കുറിയേടത്ത് മനയിൽ അർജുനനും പിടിയിലായി. 21 രാത്രി 8:30 പെരിന്തൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുകയെന്ന KM ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിടിപ്പിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് സ്വർണം കവർന്നെന്നാണ് കേസ്. സ്വർണ്ണവുമായി എത്തിയ സംഘത്തിലെ 4 പേരെ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് മറ്റൊരു വാഹനത്തിൽ കേസിലെ മറ്റൊരു പ്രതിയായ മിഥുന്റെ വീട്ടിലെത്തിച്ചത് അർജുനാണ്. പിടിയിലായ സംഘങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 1723 കിലോ സ്വർണം വിറ്റ് കിട്ടിയ 32,79,500 രൂപയും പോലീസ് കണ്ടെടുത്തു. സ്വർണം ഒരുക്കി 7 കട്ടികളാക്കിയ നിലയിലായിരുന്നു പോലീസ് പറഞ്ഞു. ഇതിൽ ഒരു കട്ടി ലിസൺ വിൽപ്പന നടത്തിയിരുന്നു. സ്വർണം വിറ്റ തുകയും മറ്റ് 2 കട്ടികളും അർജുന്റെ വീട്ടിൽ നിന്നും 4 കട്ടികൾ മിഥുന്റെ വീട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയത്. സ്വർണം ഉരുക്കാൻ ഉപയോഗിച്ച സാധന സാമഗ്രികൾ സതീഷിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തു. ആഭരണങ്ങളിൽ സ്വർണം കെട്ടിയ 6 കരിവളകൾ തൃശൂരിലെ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ 3.2 കിലോ സ്വർണം നഷ്ടപ്പെട്ടതായാണ് ബന്ധപ്പെട്ട വ്യാപാരികൾ പറയുന്നത്. എന്നാൽ 2.5 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സംഘത്തിന്റെ മൊഴിയെന്നും ഡിവൈഎസ്പി PTK ഷൈജു, പോലീസ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SI T ഷാഹുൽ അമീദ് എന്നിവർ വ്യക്തമാക്കി. അങ്ങനെയാണ് അവരിപ്പോ പറയുന്നത്. FIR 3 കിലോഗ്രാമോളെന്നാണ് പറഞ്ഞത്. അന്ന് മൊഴിയായിരുന്നു പറഞ്ഞു. പിന്നെ അവര് സ്റ്റോക്ക് നോക്കിയിട്ട് പറഞ്ഞു 3.2 ഉണ്ടാവുന്നുള്ളൂ. അതിൽ തന്നെ സ്റ്റോണും ഇതൊക്കെ കുറച്ച് കുറയും. ഇതിലിപ്പോ ഒരിക്കലും ആ സ്റ്റോണൊക്കെ ഒരു എന്താ പറയാ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരിക്കലല്ല ഇത്. ഇതിൽ തന്നെ ഒരാള് കുറച്ച് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.